നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് പരാതി. സ്വപ്ന സുരേഷ് നടത്തിയ മുൻ വെളിപ്പെടുത്തലുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവാണ് DGPക്ക് പരാതി നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിച്ചു, മാത്രമല്ല കടകംപള്ളി മോശമായി സമീപിച്ചു. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു സ്വപ്ന സുരേഷ് നടത്തിയത്. സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴാണ് പരാതിയുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ വെളിപ്പെടുത്തലുകൾ നടത്തി ഒരുപാട് കാലം കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് കാലങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് വിമർശന വിധേയമാകുന്നുണ്ട്. കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. പോത്തൻകോട് സ്വദേശിയായ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ മുനീറാണ് പരാതിക്കാരൻ. DGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ അന്വേഷണം നടത്തുന്നു. അതിനിടെയാണ് ഒരു പ്രതിരോധമെന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധമെന്ന രീതിയിൽ കടകംപള്ളിക്കെതിരെ സമാന പരാതി എത്തുന്നത്. കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണം എന്ന ആവശ്യമാണ് ഈ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലൈംഗിക ആരോപണങ്ങളിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇടത് നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ഇപ്പോൾ ഇത്തരത്തിൽ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും നേരത്തെ തന്നെ പുറത്തുവന്നതാണ്. പരാതിയുമായി ആരും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമാനമായ ആരോപണങ്ങൾ നേരത്തെ ഇടത് നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ പോലീസ് കേസെടുത്തില്ല എന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് 2022 ചാനലുകളിലൂടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ നടക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. അദ്ദേഹത്തിൽ നിന്ന് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായെന്നും മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നുമായിരുന്നു അന്ന് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു മുനീർ DGPക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും കടകംപള്ളിയുടേതെന്ന തരത്തിൽ അശ്ലീല ചുവയോട് സ്ത്രീകളോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തുവന്നതാണ്. മന്ത്രിയായിരുന്ന സമയത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കും, പിന്നീട് മോശം രീതിയിൽ അവരെ സമീപിക്കും എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. എന്തായാലും പരാതിയിൽ മുനീർ ഇതെല്ലാം ഉന്നയിക്കുന്നുണ്ട്. 2 ആരോപണങ്ങളും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് പോലീസ് ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങണമെന്ന ആവശ്യമാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് ഇടതു വൃത്തങ്ങളുടെ ആരോപണം. അതേസമയം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് കൂടി പോകാം. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം. മാധ്യമങ്ങളിലും ഓൺലൈനുകളിലും അഭിമുഖമായും ശബ്ദ സന്ദേശമായും ഉയർന്ന പരാതികളിൽ അതിജീവിതകളായ പെൺകുട്ടികളെ കണ്ടെത്താനാണ് ശനിയാഴ്ച ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലെ തീരുമാനം. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകിയവരും കുറവാണ്. 1-2 പരാതികൾ മാത്രമാണ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. ബാക്കിയെല്ലാം ഇമെയിലായി കിട്ടിയവയാണ്. ഇങ്ങനെ പരാതി നൽകിയവരെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങും. കൂടുതൽ വിവരങ്ങളോ തെളിവുകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതികളാണ് ഏറെയും എന്നത് ഏറ്റവും ശ്രദ്ധേയം. ഇതുമാത്രം അടിസ്ഥാനമാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന സംശയം അതും നിലവിലുണ്ട്. ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ ശബ്ദ സന്ദേശങ്ങളുടെയും ഫോൺ സംഭാഷണങ്ങളുടെയും ഉറവിടം കണ്ടെത്തുക, അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. രാഹുൽ ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ശനിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല. തപാൽ വഴി അറിയിപ്പ് രാഹുലിന് കൈമാറിയെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേക ദൂതൻ വഴി വീണ്ടും നോട്ടീസ് നൽകും. ഇതിനോടും സഹകരിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ട നടപടി ആലോചിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തുണ്ട്. അപ്പോൾ രാഹുൽ നിയമസഭയിൽ വരാതിരിക്കുന്നത് എന്തിനാണ് എന്നാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും
അടൂർ പ്രകാശ് പ്രതികരിച്ചിരിക്കുന്നു. രാഹുലിന് സംരക്ഷണം ഒരുക്കും. മറുഭാഗത്തുള്ളവർക്കെതിരെയും സമാന ആരോപണമുണ്ട്. അവർക്ക് കിട്ടുന്ന നീതി രാഹുലിന് വേണം. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഹുലിനെ മാത്രം എന്തിനു മാറ്റി നിർത്തണം? രാഹുലിനെതിരെ കേസില്ല, കേസ് എടുക്കുമ്പോൾ നോക്കാം. CPM അല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വനിതാ നേതാക്കളെ വിമർശിച്ച് MM ഹസൻ. പാർട്ടി നിലപാടെടുക്കുന്നതിന് മുൻപ് വനിതാ അംഗങ്ങൾ രംഗത്ത് വന്നത് തെറ്റാണ് എന്ന് MM ഹസൻ പറഞ്ഞു. പാർട്ടിയാണ് അന്തിമമായി തീരുമാനമെടുക്കുന്നത്. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ സംരക്ഷിക്കുമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും MM ഹസൻ പ്രതികരിച്ചു. നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് രാഹുലിന്റെ അവകാശമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സ്വന്തം MLA-മാരും മന്ത്രിമാരും ആരോപണ വിധേയരായവർ തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുന്നത്. സ്വന്തം മുന്നണിയിലുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് രാജി ആവശ്യപ്പെടുന്നത്. എന്ത് യുക്തിയുടെ പേരിലാണ് രാജിവെക്കണമെന്ന് പറയുന്നത്? രാഹുലിനെതിരെ ഒരാളും പരാതി കൊടുത്തിട്ടില്ലെന്നും അന്വേഷണത്തിൽ ആർക്കും കുഴപ്പമില്ലെന്നും MM ഹസൻ പറഞ്ഞു. പരാതിയുള്ളവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഷാഫി പറമ്പിലിനെ തടയാൻ തുനിഞ്ഞാൽ കോൺഗ്രസ് കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും MM ഹസൻ പറഞ്ഞു. നിങ്ങളെ സ്ത്രീ പീഡകരായ മന്ത്രിമാർക്കും MLA-മാർക്കും റോഡിൽ ഇറങ്ങി നടക്കാമെന്ന് DYFIക്കാർ വ്യാമോഹിക്കേണ്ട. യൂത്ത് കോൺഗ്രസുകാരും വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും MM ഹസൻ പറഞ്ഞു. അതേസമയം ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിച്ച് പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നാളെ മുതൽ ഇക്കാര്യത്തിൽ നടപടി തുടങ്ങും. രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാ താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് ട്രാൻസ് വുമൺ അവന്തിക അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കും. അതേസമയം ആദ്യം പരാതിക്കാരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. നിലവിൽ അതിജീവിതർ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. കിട്ടിയ പരാതികളുടെ എല്ലാം മൂന്നാം കക്ഷികളുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ശബ്ദ സന്ദേശങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ തുടങ്ങിയവ തെളിവുകളായി വരുന്നതിനാൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിശദമായ യോഗം ചേർന്നിരുന്നു. നിലവിൽ 10-ലേറെ പരാതികളാണ് രാഹുലിനെതിരെ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഇവയെല്ലാം മൂന്നാം കക്ഷികളുടെ പരാതികളുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.